Amrithveni Life Kids Superstar Senior powered by Malabar Golden Diamonds and UGS Gold Loan and Easter. Okay, നമുക്ക് അടുത്തത് ഫിൽമി ക്ലാസിക്കൽ റൗണ്ടിലേക്ക് പാടാൻ വരുന്നു സ്നേഹ. So let's welcome സ്നേഹ.
സ്നേഹ എന്ത് രസമായിട്ടാ പാടിയ, നല്ല സുന്ദരിയായിരുന്നു അതിനകത്ത് ഇരുന്ന് പാടുന്ന കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായി. പിന്നെ എപ്പോഴത്തെ പോലെ നല്ല കോസ്റ്റ്യൂം ഒക്കെ ആയിട്ടാണ് സ്നേഹ വന്നിട്ടുള്ളത്. ഓക്കെ, ശരത് സർ. സ്നേഹ നന്നായിട്ട് പാടി സ്നേഹ. കാര്യം നമ്മളിപ്പോ നിങ്ങളൊക്കെ എനിക്ക് തോന്നി ഈ കർണാടകം എന്ന് പറഞ്ഞ് പാടുന്ന ഇപ്പോഴാണെന്നല്ലേ? സ്വപ്നത്തിൽ പോലും പാടിയിട്ടില്ലല്ലോ. പാടിയിട്ടുണ്ട് സർ. പാടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇത് കേട്ടപ്പോ. കേട്ടോ, കാര്യം ആ ഒരു രാഗഛായ, അതിൻ്റെ ഒരു സുഖം, അത് വേണോടാ. അതായിരുന്നു എനിക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിരുന്നത്. ഇതേതാണ് രാഗം? അത് മതി എന്ത്. അപ്പൊ അതിന്റെ ആരോഹണം അവരോഹണം എന്താണ്? സായേ ഉള്ളൂ. അപ്പൊ എപ്പോഴും അതിന്റെ അടുത്ത് രിഷഭം കൊണ്ട് അതിന്റെ ചായ കാണിക്കാൻ പാടില്ല. അല്ല, ഇപ്പൊ പാടിയപ്പോ തന്നെ ആ ഗമകം ഉണ്ടായിരുന്നല്ലോ. അത് പാടുന്നതിൽ ആ ഒരു എന്നാ പാടാവൂ. പാടിക്കൂടാ. സാരമതിക്ക് രീ ടു സാ സഞ്ചാരമില്ല. അതേ ഉള്ളു. അതല്ലേ അത് സ്നേഹ. അത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതുപോലെ അത് വരത്തുള്ളൂ. അത് ശരിയാവും കേട്ടോ സ്നേഹ. ഇതൊന്നും ഒരു ഭീകര തെറ്റല്ല. അത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയണ്ടത്, അത് അതിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒരു സുഖം കണ്ടുപിടിക്കുക. വളരെ നന്നായിട്ട് തന്നെ പാടി. കുറേയും കൂടെ ആ രാഗഛായ കുറച്ചും കൂടെ വന്നാൽ നമുക്കതൊരു സുഖം, ഈ കേൾവിക്കാരന് നല്ല സുഖമായിരിക്കും. പ്രത്യേകിച്ച് ഒരു സുഖമുള്ള രാഗമാണ് സാരമതി കേട്ടോ. ഇപ്പൊ ഇത് മതി. താങ്ക് യു. സ്നേഹ സർ, നല്ല ശബ്ദമാണ് സ്നേഹയുടെ. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. പാടിയതും കാണാനും കേൾക്കാനും നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷെ ഈ തുടക്കം തൊട്ട് അണ്ണാച്ചി ഞാനും കൂടി ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഇതാണ് എല്ലാം ഉണ്ട്. ഈ ഇത്തിരി ഇതിന്റെ ഈ ഭാവം കൂടെ ഇതിനകത്ത്, അതെ ആ ഒരു ആ ഫസ്റ്റ് ലൈൻ പാടിയേ. അതെ അതെ നാക്കാതെ അണ്ണൻ പാടുന്നത് അടുത്ത് ബാക്കി ഭൂവിലോ എന്ന് പറയാതെ കുറച്ച് ആ ഒരു അതിന് ഒരു പോളിഷ് ചെയ്യുമല്ലോ. ആ രാഗം കൊണ്ട് തന്നെ അങ്ങോട്ട് പോളിഷ് ചെയ്തേ. മോളെ ഇങ്ങനെ പഠിച്ചു പോയി. അതുകൊണ്ടാണ് അങ്ങനെ ത്രൂ ഔട്ട് സോങ് ആ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ അതിനൊരു ആത്മാവ് കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. പാട്ട് നന്നായിട്ട് പാടി, നല്ല രസമുണ്ട്. പക്ഷെ ഈ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് ആഹാ എന്ന് പറയാം. പക്ഷേ ആഹാ സബാഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആത്മാവിനെ കൊടുക്കണം. അപ്പൊ തൽക്കാലം ഞാനും ഇതുകൊണ്ട് മതിയാക്കുന്നു. ഇത് മതി. ചേച്ചി സ്നേഹ സുന്ദരിയായിട്ടുണ്ട്. എന്തായാലും ആദ്യം വന്നിരുന്ന് പാടി ഇതൊക്കെ മനോഹരം, നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാൻ. ക്യൂട്ടായിട്ട് പാടി, നല്ല ശബ്ദമാണ്. എപ്പോഴും പറയുന്നതാണ് ഞങ്ങളൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. നല്ലൊരു സിനിമാറ്റിക് ഫീൽ ഉണ്ടായിരുന്നു മോളെ പാടിയതിൽ. മോള് കൂടുതലും ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇങ്ങനെ പാടി ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ട് കഴിഞ്ഞ റൗണ്ടിൽ വോയിസസ് ട്രെയിൻ ആക്കിയ ആളാണ്. പക്ഷെ ഇന്ന് നല്ല രസം ഉണ്ടായിരുന്നു. ശബ്ദം ഒരു തടസ്സവും ഇല്ലാണ്ട് ശബ്ദം ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. അതിലെ സംഗതികളും കാര്യങ്ങളൊക്കെ ഗമകങ്ങളൊക്കെ ഭൃഗാസൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ പറഞ്ഞ ആ ഒരു ഫ്ലേവർ മാത്രമാണ് ഒന്ന് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നിയത്. അല്ലാതെ മനോഹരം, ബ്യൂട്ടിഫുൾ, സുന്ദരി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക നന്നായിട്ട് പാടി സ്നേഹ. താങ്ക് യു സർ. സ്നേഹയുടെ വോയിസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്നേഹ. ഇത് തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് ചെറിയൊരു വേറെന്തോ ഒരു ഫ്ലേവർ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ അതാണ് അതിന്റെ ബ്യൂട്ടി. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറഞ്ഞു.
എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ഒരു ഈ ക്ലാസിക്കൽ മ്യൂസിക്കിന് വേണ്ട ചില അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹയുടെ വോയിസ് ഭയങ്കര സോഫ്റ്റ് വോയിസ് ആണ്. അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ ചില ഭാഗങ്ങളിൽ ഒരു അറ്റാക്ക് വരണം. ഇതുപോലത്തെ പാട്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു പുഷ് ചെയ്യണം ചില ഭാഗങ്ങൾക്ക്, എന്നാലാണ് ഈ പാട്ടിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരുള്ളൂ. അതിന് വേണ്ട ചില ഓസിലേഷൻസ്, ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊണ്ടുവരാനാണ് സ്നേഹ ഇനി ശ്രമിക്കേണ്ടത്. അവിടെയാണ് ഈ എന്താ പറയുക, ലൈറ്റ് മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതിനി ശ്രദ്ധിക്കുക. ഓക്കെ, ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ സ്നേഹ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, മാർക്സ് വെക്കാം. ചേച്ചി സ്നേഹ ഈ പെർഫോമൻസിന് 8.8. MG sir. ശരത് sir. സ്നേഹയുടെ മാർക്ക് പറയണോ പാറു? എന്നാ നിന്റെ അടുത്തൊരു ചോദ്യം. ഇപ്പൊ ഇതൊരു നമ്മളൊരു കൃതിയാണല്ലോ പാടിയത്. ഇത് ആരുടെ കൃതിയാണ് പാറു? അല്ല, നീ ഇരുന്ന് ശ്രദ്ധിക്കുന്ന കേട്ടോ, അതുകൊണ്ട് ചോദിച്ചാ. സാധാരണ ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഗസ് ചെയ്യട്ടെ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരുമ്പോ, പാട്ടുള്ള കൃതി കൃതി വരുമ്പോ ത്യാഗരാജസ്വാമി. വണ്ടർഫുൾ പാറു, ഐ ലവ് യു. താങ്ക് യു സർ. സമ്മതിച്ചു പാറു, നീ വേറെ ലെവലാണ്. അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങളെ ഇപ്പൊ പേടിക്കണം നമ്മള്. ആരും എന്നെ പേടിക്കണ്ട, എനിക്ക് അത്ര വിവരമില്ലെന്ന്. ചക്കരെ, നിനക്ക് ഞാൻ 8.7 മാർക്സ് തരും. സ്നേഹ 8.7. ഓക്കെ, സോ ടോട്ടൽ 26.2. ബാക്കി 3 റൗണ്ട് സൂപ്പർ ആക്കണം നമുക്ക്. ഓക്കെ.